ജോർജ് അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി സഹകരിക്കുകയും മുന്നണിയുടെ ഭാഗമാവുകയും ഒക്കെ ചെയ്ത ഇടത് വലത് മുന്നണികളോടൊപ്പം ഒക്കെ ഭാഗമായിട്ടുള്ള നേതാവാണ്. എങ്കിലും ഇപ്പോൾ ബി.ജെ.പിയിൽ ആണ് ഉള്ളത്. പി.സി. ജോർജ് പറയുന്ന പല കാര്യങ്ങളും വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. ഇപ്പോഴാകട്ടെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പി.സി. ജോർജ് നടത്തി. അത് ബി.ജെ.പിയുടെ പിന്തുണയോടെയാണ്, ബി.ജെ.പിക്ക് വേണ്ടിയാണോ പി.സി. ജോർജ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പോലും രാഷ്ട്രീയ കോണുകളിൽ സംശയമുണ്ടാകുന്നുണ്ട്. പക്ഷേ പി.സി. ജോർജിനെതിരെ ആ പരാമർശത്തിൽ കേസെടുക്കാൻ സാധിക്കുമോ? അതിൽ സർക്കാർ ആശയക്കുഴപ്പത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച് തീരുമാനം വൈകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. യൂത്ത് ലീഗ് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഹൈക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു നിലപാട് ഉണ്ടാകും. ആ നിലപാട് എന്ത് എന്നതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നീക്കം. സർക്കാരിൻ്റെ രാഷ്ട്രീയ തീരുമാനം ഇതിൽ പ്രധാനപ്പെട്ടതായി മാറും. ജി ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, നേരത്തെയും വിവിധ വിഷയങ്ങളിലടക്കം വാവിട്ട വാക്ക് വിനയായിട്ടുള്ളതാണ് പി.സി. ജോർജിന്. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് പിന്നോട്ടില്ല. ഈ കോടതി നടപടി, പോലീസ് നടപടിയൊക്കെ നേരിട്ടിട്ട് ദിവസങ്ങൾ പോലും ആയിട്ടില്ല. അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും സമാനമായ നിലപാട് ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ കേസെടുക്കുമ്പോൾ അതിന് കൃത്യമായ വകുപ്പുകൾ ഉണ്ടാകണം, ചട്ടങ്ങൾ ഉണ്ടാകണം. നിയമത്തിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ ഏത് തരത്തിലുള്ള നീക്കത്തിനാണ് സാധ്യത? ജോർജിന്റെ കാര്യത്തിലുള്ള ഒരു ആശയക്കുഴപ്പം തുടരുന്നു പോലീസിന് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോർജ് പറഞ്ഞ പരാമർശത്തിൽ നേരിട്ട് കേസെടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടോ എന്ന സംശയം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു നിയമോപദേശത്തിലേക്ക് തേടുകയും ചെയ്യുന്നത്. അതിനിടെ യൂത്ത് ലീഗ് ഒരുപക്ഷെ ഹൈക്കോടതിയെ സമീപിച്ചേക്കും എന്ന സൂചനകൾ ഇന്നലെ പല ചർച്ചകളിലും അവർ പറയുകയും ചെയ്തതാണ്. അതായത് പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നതാണ് യൂത്ത് ലീഗിന്റെ ഒരു നിലപാടായി ഇന്നലെ അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ പോവുകയും ലീഗ് ഹൈക്കോടതിയിൽ പോവുകയും അവിടെ നിന്ന് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് എന്താണ് നടപടി ഉണ്ടാകുക അതിനനുസരിച്ച് കേസെടുത്താൽ മതി എന്ന അഭിപ്രായം പോലീസിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കണ്ട് ഒരു വൈകിയൊരു തീരുമാനത്തിലേക്കായിരിക്കും പോലീസ് എത്താൻ സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലീഗിലടക്കം പല അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ പി.സി. ജോർജിനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മാധ്യമ ശ്രദ്ധ അത് പി.സി. ജോർജിന് തന്നെ ഗുണമാകുന്നു എന്നൊരു ചർച്ച UDF-ൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു വശത്ത് ലീഗ് കേസിന് പോയാൽ അതങ്ങനെ, അതല്ലെങ്കിൽ തന്നെ മറ്റ് സംഘടനകളുണ്ട്, മുസ്ലിം സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഫ്രട്ടേണിറ്റിയും ഒപ്പം തന്നെ SDP-യും ഒക്കെ പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അവരുടെ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടായതാണ്. ആ പ്രതിഷേധങ്ങൾക്ക് വഴങ്ങി പെട്ടെന്നൊരു കേസിലേക്ക് പോകണോ എന്ന ഒരു ചിന്ത മാത്രമേ പോലീസിനുള്ളൂ. അതല്ലെങ്കിൽ സർക്കാർ ബി.ജെ.പിയെ സഹായിക്കുന്നു എന്ന തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണവും നേരിടേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേസ് എടുക്കുക എന്ന കാര്യത്തിൽ അന്തിമമായ ഒരു വ്യക്തത ഇപ്പോഴും പോലീസിൽ ഉണ്ടായിട്ടില്ല.